ഈ കാണുന്ന ഐറ്റംസ് ഇതൊക്കെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാനുള്ളത് നടുവണ്ണൂർ കേട്ടോ. ഇവിടെ ചിരട്ട കൊണ്ട് മായാജാലം തീർത്ത ഒരാളുണ്ട്. അദ്ദേഹത്തിനെ കാണാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ നടുവണ്ണൂർ ആഞ്ഞോള് മുക്കിലാണ് കേട്ടോ സ്ഥലം വരുന്നത്. പിന്നെ എനിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു കഴിവില്ലെങ്കിലും കഴിവുള്ള ആളുകൾ ഇഷ്ടം പോലെ നമ്മളെ ചുറ്റിനുണ്ട്. അങ്ങനെയുള്ള ഒരാളെ തേടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് കാണാവാ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആള്. ഹലോ, എന്തൊക്കെയാ? അടിപൊളി. ഇദ്ദേഹത്തിന്റെ പേരാണ് ജസീൽ. ഞാൻ ജസീൽക്കാരനെ വിളിക്കുക. പിന്നെ ഇദ്ദേഹത്തിന്റെ കഴിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരട്ട കൊണ്ട് നമ്മള് വിചാരിക്കുന്നതിനെക്കാട്ട് അപ്പുറക്കാണ് ഇവിടെ ഞാൻ വിചാരിച്ചത് ഈ ചിരട്ട കൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടാണ് ഇവിടെ വന്ന് കണ്ടപ്പോ സാധനം നമ്മള് വിചാരിച്ചതിനെക്കാട്ട് നമ്മൾ തന്നെ ചിന്തിക്കും ചിരട്ട കൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. പിന്നെ അത് മാത്രല്ല, ഇവിടെ വന്നപ്പോ മനസ്സിലായത് ചിരട്ടേന്റെ പരിപാടി മാത്രല്ല, പുള്ളി ഒരു ആക്ടറും കൂടിയാണ്, ഒരു രചയിതാവാണ്, സോങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് TV ഷോകളിലും ഈ ചിരട്ടേന്റെ ഇത് കണ്ടിട്ട് ഈ കൊറോണ സമയത്തല്ലേ അത് വന്നിട്ടുള്ളത്. കൊറോണ 2ാം ഘട്ടത്തിലാണ് വന്നത്. മാത്രല്ല വിഷ്ണുവിനെ പറ്റി 2 വാക്ക്. കാരണം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം അടിച്ചു നോക്കുമ്പോൾ എന്റെ നാട്ടിലൊരു വെറൈറ്റി ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി, ഞാൻ ആൾക്ക് കയറി അങ്ങോട്ട് മെസ്സേജ് അയച്ചാട്ടോ പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ആളെ അവതരണവും കാര്യങ്ങളും ഒക്കെ. ഞാൻ അപ്പം തന്നെ എടുത്ത് ഫോളോ ചെയ്ത് ആളിപ്പോ എന്റെ വീട്ടിന്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും എന്റെ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു മായാജാലം ജസ്റ്റ് ഒന്ന് കാണിച്ചു. നിങ്ങൾ കണ്ടാൽ ഞെട്ടു, 100% ഞെട്ടു. വാ, ഓക്കെ, വെൽക്കം. കാണിച്ചോ. ഇതൊക്കെ നിങ്ങൾ നോക്കി നോക്ക്. ഇത് ഇതൊക്കെ ചിരട്ട കൊണ്ട് തന്നെ ഉണ്ടാക്കിയത്. നമ്മളെ കണ്ടല്ലേ, നിങ്ങൾ നോക്കി അത്രയും വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ ചിരട്ട കൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടാൽ നമ്മൾ ചിരട്ടയൊന്നല്ല, പക്ഷേ ഇത് ചിരട്ടയിൽ തീർത്തിട്ടുള്ള അത്ര അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓരോന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഇതിന് പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത് മിഷൻസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതിനാകെ എക്സ്ട്രാ പ്ലേറ്റ്, പശ, പോളിഷ്, പിന്നെ നമ്മളെ ഒരപ്പേപ്പർ, സാൻഡ് പേപ്പർ എന്ന് പറയുന്ന ആ സാധനങ്ങൾ മാത്രമാണ് ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് ഇത്രത്തോളം ഒരു മീഡിയ കവറേജ് കിട്ടാൻ കാരണം. നല്ല ഫിനിഷിംഗ് തന്നെ. അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെറൈറ്റി ഐറ്റംസ്. ഇത് ബ്രോ സെയിലും കാര്യങ്ങളൊന്നും വന്നിട്ട് ഈ ഒരു ഐറ്റംസ് വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട. കാരണം ഇതിൽ നിന്ന് ഞാൻ ഐറ്റംസ് കൊടുക്കല. പിന്നെ ഓർഡർ വന്ന് കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഉണ്ടാക്കി കൊടുക്കും. ഓർഡർ വന്നാൽ നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം ഇത് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നെ കുറച്ച് ഐറ്റംസ്. അപ്പൊ അതിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടങ്ങളാണ് ഓരോ ഐറ്റത്തിനോടും. വെറൈറ്റി ഐറ്റംസ്. അപ്പൊ ബ്രോന്റെ നമ്പർ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. ജസീൽ ഖാന്റെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് വന്ന് നിങ്ങൾ കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് ഷോക്കേസിലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന ലെവലില് ജസീൽ ഉണ്ടാക്കി തരില്ലേ? അതാണ്. ഇതാ വേണ്ടത് സൈക്കിള്, വെറൈറ്റി ഐറ്റംസ്. എപ്പോ മുതലാണ് ഇതിനോടൊക്കെ ഒരു ക്രേസ് വന്നു തുടങ്ങി? ഇത് കൊറോണന്റെ 2ാം ഘട്ടത്തിലാണ് ഈ സംഭവം തുടങ്ങി. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാനൊരു ആക്ടറാണ്. അപ്പം ഷൂട്ടും കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലാകെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ടൈമാണ്. അപ്പം ചിരട്ടയും കൊണ്ട് ഒരു ഐറ്റംസ് ഉണ്ടാക്കി. പ്രത്യേകിച്ച് അറിയില്ല, മുൻപരിചയമൊന്നുമില്ല. അപ്പൊ ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പം നല്ല അഭിപ്രായം കിട്ടി. അതിനുശേഷം ആണ് ഈ ഐറ്റംസ് ഒക്കെ പരീക്ഷിച്ചു. ഇന്ന് മലയാളത്തിൽ കാണുന്നൊക്കെ പത്രങ്ങളിലും ചാനലിലും ഒക്കെ അത് വന്ന് അങ്ങനെയാണ് ഇതിനോടുള്ള ഒരു താല്പര്യം വന്നു തുടങ്ങിയത്. അതാണ് ഇതിന്റെ സ്റ്റാർട്ടിങ്. ഈ ചിരട്ടേന്റെ മാത്രല്ല കേട്ടോ, ഒരു വെറൈറ്റി സാധനം കൊണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത് വള്ളിയും ചിരട്ടയും കൂടിയാണ്. ഇതിന്റെ സംഭവം എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഇടവഴി എന്ന് പറഞ്ഞാൽ അറിയാമെന്നറിയില്ല. അപ്പൊ ഞങ്ങളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കാട് വെട്ടാൻ പോയി. കാട് വെട്ടിയപ്പോ ഈ ഒരു വള്ളിയാണ് എന്റെ ഇതിൽ ആദ്യം കുടുങ്ങിയത്. അപ്പൊ അത് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് ഉണക്കി അതിന്റെ ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് പോളിഷ് ചെയ്തെടുത്താണ് സംഭവം. എന്തൊരു വെറൈറ്റി ആയിരിക്കും. ഇവിടെ ഒരു പറവ മോള് അടിപൊളിയാ, ഒരു രക്ഷയില്. അതുപോലത്തെ വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് കേട്ടോ. അങ്ങനെ ഒരാളാണ് ജസീൽ ഖാനെ പോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെ കൂട്ടത്തിലല്ല നിങ്ങൾക്ക് അതുപോലത്തെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എന്റെ കോൺടാക്ട് നമ്പർ കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങളെ കഴിവുകൾ എന്താണെന്ന് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാനും പറ്റും. അതെ, ഇവനെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ ഈ നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളെ ഇവന്റെ ചാനലിൽ കൂടി ആളുകൾ അറിയും. അപ്പം ഓക്കെ, ബൈ, കാണാം. താങ്ക് യു.